ലോഡ് സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം, നിന്നെ ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്ന ദൈവം. സങ്കീർത്തനം 10:15 വാക്യം, എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. പ്രിയരെ, ജീവിതത്തിൻ്റെ മേഖലകളിൽ ഏതെങ്കിലും അവസരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മെ ദൃഷ്ടി വയ്ക്കുന്നതായ ദുഷ്ടൻ്റെ കരങ്ങളോ ദുഷ്ടൻ്റെ കണ്ണുകളോ ദുഷ്ടൻ്റെ ശബ്ദങ്ങളോ ഏതെങ്കിലും രീതിയിൽ നമുക്ക് കെണി ഒരുക്കി നമ്മെ തള്ളിയിടുവാൻ തക്കവണ്ണം ദുഷ്ടൻ നമ്മിൽ മേൽ ദൃഷ്ടി വയ്ക്കുമ്പോൾ, എന്നാൽ സർവശക്തനായ ഉയരത്തിലെ ദൈവം നമ്മോട് പറയുന്നു, നീ ഒരു അഭിഷിക്തനാണോ, നീ ഒരു അഭിഷിക്തയാണോ, നീ ഒരു ദൈവ പൈതലാണോ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതലാണോ, അല്ലെങ്കിൽ യേശുവാണ് രക്ഷകനെന്ന് വിശ്വസിച്ച് നീ ഹൃദയത്തിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു ദൈവത്തിൻ്റെ പൈതലാണോ? നിന്നെ തൊടുവാൻ തക്കവണ്ണം നീ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പൈതലാണ്. നിന്നെ ശത്രുവിന് എൻ്റെ ഉടയവനായ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ശത്രുവിന് നിന്നെ തൊടുവാൻ തക്കവണ്ണം ദൈവം അനുവദിക്കത്തില്ല. ശത്രുവിന്, അതായത് ദുഷ്ടന്, നിന്റെ ജീവിതത്തെ ദൃഷ്ടിവെപ്പിച്ച് നിനക്ക് ദോഷം ചെയ്യുവാൻ തക്കവണ്ണം ഒരു ദൈവ പൈതനെ ഉയരത്തിലെ ഉടയവനായ കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. ഇവിടെ വചനത്തിൽ പറയുന്നു, എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. ഈ വചനത്തിൽ പറയുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിൻ്റെ പിന്നാലെ അനുഗമിക്കുന്ന, യേശുവിനോട് ചേർന്നിരിക്കുന്ന, യേശുവേ എന്ന് നിലവിളിക്കുന്ന, യേശുവേ നീയാണ് എൻ്റെ രക്ഷകനെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ആ ദൈവ പൈതനെ തകർക്കുവാൻ തക്കവണ്ണം ഏതൊരു രീതിയിലും ശത്രു കെണിവെച്ചാലും എൻ്റെ സ്വർഗത്തിലെ ദൈവം ശത്രുവിന് നിന്നെ തൊടുവാൻ, ശത്രു നിനക്ക് ദോഷം ചെയ്യുവാൻ ഉയരത്തിലെ ഉടയവനായ ദൈവം വിട്ടുകൊടുക്കത്തില്ല. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലെ ഒരു ഭക്തനാണ്, ഒരു പ്രവാചകനാണ് ഏലിയാവ് പ്രവാചകൻ. ഏലിയാവ് പ്രവാചകൻ്റെ ജീവിതത്തിൽ ഏലിയാവ് ദൈവത്തോട് കൽപ്പിക്കുമ്പോൾ, അതായത് ഏലിയാവ് പ്രപഞ്ചത്തോട് ആകാശത്തെ നോക്കി, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല എന്ന് പോലും അത്രത്തോളം അധികാരത്തോടെ ആ വാക്കുകൾ പറയുവാൻ ഏലിയാവ് പ്രവാചകന് കരുത്തും ബലവും കൃപയും അധികാരവും ഉയരത്തിലെ ദൈവം കൊടുക്കുവാനിടയായി. ആ കാലഘട്ടത്തിൽ ഇസബേലും ആഖാവുമെന്ന ദുഷ്ടരായ മനുഷ്യർ ദൈവത്തിനും ദൈവമക്കൾക്കും ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്കും ദൈവത്തിൻ്റെ അഭിഷിക്തർക്കും വിരോധമായി എഴുന്നേറ്റ കാലഘട്ടത്തിൽ ഏലിയാ പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ ദൈവസന്നിധി നിറപടിയായി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ആഖാബും ഇസബേൽ എന്ന ശക്തിയായ ശത്രുവിൻ്റെ പോര് ഏലിയാവിനുണ്ടാകുന്നത്. ഇസബേൽ എന്ന ശത്രു, ആ സ്ത്രീ ശക്തി ഏലിയാവിനോട് പറയുവാൻ പറഞ്ഞു, അടുത്ത പ്രഭാതത്തിൽ
ഞാൻ നിന്നെ വാളുകൊണ്ട് വെട്ടിക്കളയും, ഞാൻ നിന്നെ തകർത്ത് കളയും, ഞാൻ നിന്നെ ഉടച്ചു കളയുമെന്ന് ഏലിയ പ്രവാചകനോട് ഭീഷണി മുഴക്കി വെല്ലുവിളിപ്പാനിടയായി. ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ദൈവത്തിൻ്റെ ഭക്തനായ പ്രവാചകൻ ഈ വാക്ക് കേട്ടിട്ട് തനിക്ക് നിരാശ തോന്നി, ദുഃഖം തോന്നി. ഈ ഭീഷണിയാൽ ഞാൻ നഷ്ടപ്പെട്ടു പോകുമോ? ഈ ശത്രു എൻ്റെ ജീവിതത്തെ നശിപ്പിക്കുമോ? ഈ ശത്രു എനിക്ക് ദോഷം ചെയ്യുമോ? ഇതെന്നെ കയ്യേറ്റം ചെയ്യുമോ? എന്നെ തകർത്ത് കളയുമോ എന്ന് ഒരുപക്ഷെ മനുഷ്യനായതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളറയിൽ ഒരു ഭയവും നിരാശയും അസമാധാനവും തൻ്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ താൻ ചൂരച്ചെടിയുടെ തണലിൽ താനിതാ ജീവിതത്തിലെല്ലാം നശിച്ചു, ഇനി എനിക്ക് പുറപ്പാടില്ല. ഇതാ ശത്രുവിൻ്റെ ഭീഷണി വെല്ലുവിളിക്കുകയാണ്. എന്നെ തകർത്ത് കളയുമെന്ന്, ദുഷ്ടൻ എന്നെ ഉടച്ചു കളയുമെന്ന്, ദുഷ്ടൻ എനിക്ക് ദോഷം വരുത്തുമെന്ന് വെല്ലുവിളിക്കുകയാണ്. ഇത് കേട്ട് ഒരു നിമിഷം ഹൃദയം പതറി വല്ലാതെ വിഷമിച്ച് ഭാരപ്പെട്ട് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തുനിന്നൊരു ദൂതനെ ഏലിയ പ്രവാചകന്റെ അടുക്കിലേക്ക് അയച്ച് ആ ദൂതൻ 2 പ്രാവശ്യം, അതായത് ആദ്യത്തെ പ്രാവശ്യം തൻ്റെ തോളിൽ തട്ടി എഴുന്നേൽപ്പിച്ചു. തോളിൽ ദൂതൻ തട്ടിയപ്പോൾ താൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ തൻ്റെ തലയുടെ അടുക്കിൽ അപ്പവും ഒരു തുരുത്തി വെള്ളവും ഇരിക്കുന്നു. താൻ ഈ വിഷമിച്ച് ഇസബേലിൻ്റെ, അതായത് ശത്രുവിൻ്റെ ഭീഷണിയിൽ മനസ്സുകൊണ്ട് ഭാരപ്പെട്ട് തളർന്ന് ഇനി മുന്നോട്ട് എങ്ങനെ സ്റ്റെപ്പ് വയ്ക്കുമെന്ന് നിരാശപ്പെട്ട് കിടക്കുമ്പോൾ ദൂതൻ കൊണ്ടുവച്ചിരിക്കുന്ന അപ്പവും വെള്ളവും എടുത്ത് കുടിച്ചും കഴിച്ചും വീണ്ടും കിടന്നുറങ്ങുമ്പോൾ വീണ്ടും ഒരു ദൂതൻ വന്ന് തന്നെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ നിരാശപ്പെട്ട് ശത്രുവിൻ്റെ ഭീഷണിയാൽ കിടക്കുവാനുള്ളവനല്ല. നിന്റെ ജീവിതത്തിൽ നിനക്കൊരു ദൂരയാത്രയുണ്ട്. നിനക്ക് വീണ്ടും നിന്നിൽ ശുശ്രൂഷയുണ്ട്. ഈ ഭീഷണി നിന്നെ തൊടത്തില്ല. ഈ ശത്രു നിനക്കൊരു ദോഷവും ചെയ്യത്തില്ല. ഈ ശത്രുവിനെ നിന്നെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. നീ എഴുന്നേറ്റ് കഴിച്ച് ബലപ്പെട്ട് ശക്തിപ്പെട്ട് നീ വേറൊരു പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുക. നിനക്ക് ദീർഘദൂരം യാത്ര ചെയ്ത് ഇനിയും നിന്നിൽ ദൗത്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിനക്കെതിരെ ശത്രു വെല്ലുവിളിക്കുന്നുണ്ടോ? നിന്നെ തകർക്കുമെന്നും ഉടയ്ക്കുമെന്നും മുടിച്ചു കളയുമെന്നും നീ നന്നാകത്തില്ലെന്നും നിന്റെ തലമുറ നന്നാകത്തില്ലെന്നും നിന്നെ ദേശത്ത് ഓടിക്കുമെന്നും നിന്നെ പുറത്താക്കി കളയുമെന്നും ശത്രു നിന്നെ നോക്കി വെല്ലുവിളിക്കുമ്പോൾ ശത്രുവിൻ്റെ വെല്ലുവിളി കേട്ട് നീ നിരാശപ്പെട്ട്, നീ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് നിരാശയോടുകൂടെ ആയിരിക്കുന്നുവോ? ഇന്ന് ഈ നിമിഷത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ ശത്രുവിൻ്റെ ഭീഷണി കേട്ട് നീ തളർന്നു പോകേണ്ടവനല്ല. ശത്രുവിൻ്റെ ഭീഷണി കേട്ട് നീ ഭാരപ്പെട്ട് പോകേണ്ടവളല്ല. നിന്നെ തട്ടി എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൂതൻ നിന്നെ ബലപ്പെടുത്തി നിന്റെ പ്രതിസന്ധി നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ ശത്രുവിനെ വിട്ടുകൊടുക്കത്തില്ല. ശത്രു നിന്നെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ വചനം പറയുന്നു, എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്. വചനമെന്ന് പറയുന്നത് ദൈവമാണ്. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം പറയുന്നത് പോലെ നീയൊരു ദൈവ പൈതലാണോ? നിനക്ക് എതിരായിട്ട് എഴുന്നേൽക്കുന്ന ശത്രുവിന് എൻ്റെ ഉയരത്തിലെ ദൈവം നിന്നെ തൊടുവാൻ, നിന്നെ ദോഷം ചെയ്യുവാൻ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല, ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. നിന്നെ സഹായിക്കുന്ന ദൂതന്മാർ അതത് സമയത്ത് വന്ന് നിന്നെ തട്ടി ബലപ്പെടുത്തി ശക്തീകരിച്ച് ശത്രു ലജ്ജിച്ച് തലതാഴ്ത്തത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നിന്നെ പുറത്തെടുക്കും. പ്രവാചകൻ ഒരു ദോഷവും ചെയ്യരുതെന്ന വചനപ്രകാരം ഒരു ദൈവ പൈതന്നെ തൊടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരു ദൈവ പൈതന് ദോഷം ചെയ്യുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിനക്കൊരു ഭീഷണി കൊണ്ട് നീ നിരാശപ്പെട്ടിരിക്കുന്നുവോ?
നിന്നെ നോക്കി ആരെങ്കിലും വെല്ലുവിളിയുടെ ശബ്ദം കേട്ട് നീ നിരാശപ്പെടുത്തിയിരിക്കുന്നുവോ? എന്നാൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിനക്കൊരു ദോഷവും വരികയില്ല, നിന്നെ ശത്രു തൊടത്തില്ല. ദോഷം ചെയ്യുവാൻ ശത്രുവിനെ ഉയരത്തിൽ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നീ അധൈര്യപ്പെടേണ്ട, നീ ബലത്തോടെ ഇരിക്കും. നീ ശക്തിപ്പെട്. വീണ്ടും പ്രാർത്ഥിച്ച് ബലപ്പെട്ട് ശക്തി പ്രാപിച്ച് ബലത്തോടെ എഴുന്നേറ്റ് നീ പ്രകാശിക്കുക. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ശത്രു ലജ്ജിച്ച് തല താഴ്ത്തി. ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടുവാൻ സമയമായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിനക്കൊരു ദോഷവും വരത്തില്ല. നിന്നെ ശത്രു തൊടുകയില്ല. ശത്രുവിനെ നിന്നെ തൊടുവാൻ ഉയരത്തിലെ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഏതെങ്കിലും ശത്രുവിൻ്റെ ഭീഷണിയാൽ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ? ഏതൊക്കെ വിഷയങ്ങളിൽ നിങ്ങൾക്ക് വെല്ലുവിളിയോടുകൂടെ നിന്ന് നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടോ? നീ നിരാശയിൽ കിടക്കേണ്ട, എഴുന്നേൽക്ക്. വചനം വായിച്ച് ബലപ്പെട്ട് പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ട് നീ എഴുന്നേറ്റ് പുറത്തു വാ. നിനക്ക് യാത്ര ചെയ്യുവാനുണ്ട്, നിനക്ക് മുന്നോട്ട് വഴിയുണ്ട്. വാതിൽ തുറന്നിട്ടിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളുണ്ട്. നീ ജയത്തോടെ എഴുന്നേൽക്ക്. പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും. പരിശുദ്ധ കർത്താവേ, സമയത്തിനായി നന്ദി. ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി, ശത്രുവിൻ്റെ ഭീഷണിയാൽ നിരാശപ്പെട്ട് ഭാരപ്പെടുന്ന വ്യക്തിത്വങ്ങളെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. എല്ലാ ശത്രുവിൻ്റെ വെല്ലുവിളികൾ അവർ നീങ്ങിപ്പോകാൻ കൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.